ഹായ് ഫ്രണ്ട്സ്, ഈ മഴക്കാലത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു രസം ഉണ്ടാക്കിയാലോ? ഒരു തക്കാളി രസം ഉണ്ടാക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് വാളൻ പുളിയെടുത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചു. മറ്റൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് തക്കാളി ഇതുപോലെ കത്തികൊണ്ട് ലൈനിട്ട് വെള്ളത്തിലേക്കിട്ട് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തക്കാളിയുടെ തൊലി പെട്ടെന്ന് കളയാൻ പറ്റും. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് കുരുമുളക്, ജീരകം, ഏലക്കായ, ഉലുവ, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, മല്ലിപ്പൊടി, മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ചേർത്തത്. മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ സമയമാകുമ്പോഴേക്ക് തക്കാളിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ടാകും. തക്കാളി ഓരോന്നും എടുത്ത് തൊലി കളഞ്ഞ് നന്നായി ഉടച്ചെടുക്കണം. ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം ഉടച്ചു വെച്ച തക്കാളി കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നേരത്തെ കുതിർത്ത് വെച്ച വാളൻ പൊടി പിഴിഞ്ഞ് അരിച്ച് അതിലേക്ക് ഒഴിക്കാം. കറി നല്ല ലൂസായിരിക്കേണ്ടത് കൊണ്ട് ഞാൻ നേരത്തെ തക്കാളി തിളപ്പിച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ശേഷം ആവശ്യത്തിന് ഉപ്പും കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കായവും മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചാൽ നമ്മുടെ രസം തയ്യാറായി. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ പറയുകയും വേണം.